ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും എല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില ദിവസങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരിക്കില്ല. ചില വിഷമങ്ങൾ, ചില തടസ്സങ്ങൾ, പരാജയങ്ങൾ. പക്ഷേ ചില ദിവസങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരിക്കും. നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരിക്കും. നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതും എല്ലാം കടന്നു പോകുന്ന ഒരു യാത്ര തന്നെയാണല്ലോ. ഈ ഒരു യാത്രയിൽ എന്ത് തന്നെ ആയാലും, നല്ലതായാലും നമ്മൾ പ്രതീക്ഷിക്കാത്തതായാലും, ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുടെ ആ ഒരു ഭാവം എപ്പോഴും, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ, ആ ഒരു പ്രാക്ടീസ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ നമുക്കത് വളരെ നല്ലതാണ്. നമുക്ക് ഒരുപാട് നന്മകളാണ് ഈ ഒരു പ്രാക്ടീസ് കാരണം നമുക്കുണ്ടാകുന്നത്. എനിക്ക് വളരെ അടുത്തറിയുന്നൊരു വ്യക്തി, എൻ്റെ അനിയനെ പോലെയാണ്. ആ കുട്ടിക്ക് ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളിൽ കൂടിയാണ് ആ കുട്ടി കടന്നു പോകുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങളും അതുപോലെ മറ്റു ചില കാര്യങ്ങളും. അപ്പോൾ ഞാൻ ആ കുട്ടിക്ക് മെസ്സേജ് അയച്ചിരുന്നു, എങ്ങനെയുണ്ട്, ഇപ്പോഴെങ്ങനെ പോകുന്നു, കാര്യങ്ങളെല്ലാം എങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അവൻ്റെ കാര്യങ്ങളെല്ലാം എന്നോട് പറയുകയായിരുന്നു. ചേച്ചി, കുഴപ്പമില്ല, എന്ത് തന്നെ ആയാലും എല്ലാം നല്ലതായി നടക്കും എന്ന്, എനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായും മാറും, അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നല്ലതായി നടക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ചേച്ചി. ഞാൻ ഈ പ്രപഞ്ചത്തിന് എല്ലാം വിട്ടുകൊടുത്തിരിക്കുകയാണ്. ആ സമയം വരുമ്പോൾ എനിക്ക് എല്ലാം നല്ലതായി തന്നെ നടക്കും ചേച്ചി എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ ആ കുട്ടി സംസാരിച്ചു. അത്രയും പ്രശ്നങ്ങൾക്കിടയിലും ആ കുട്ടി അങ്ങനെ സംസാരിച്ചത് എനിക്ക് വളരെ സന്തോഷം തോന്നി. മാത്രമല്ല, ആ കുട്ടി പറഞ്ഞൊരു കാര്യം, ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ആ കുട്ടി പറഞ്ഞൊരു കാര്യം എന്നെ വല്ലാതെ സന്തോഷപ്പെടുത്തുകയും അതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. അതെന്താണെങ്കിൽ ആ കുട്ടി പറയുകയാണ്, ചേച്ചി, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് എൻ്റെ ഒരു കാറിലാണ്. ഞാനിപ്പോൾ ചേച്ചിയോട് സംസാരിക്കുന്നത് പോലും എൻ്റെ കാറിലിരുന്നാണ്. എനിക്ക് ആ ഒരു ഭാഗ്യം, ആ ഒരു അനുഗ്രഹം ഈ പ്രപഞ്ചം, ഈശ്വരൻ എനിക്ക് തന്നുവല്ലോ. അതുമാത്രമല്ല, ഈ കാറിന് പെട്രോൾ അടിക്കാനുള്ള പൈസയും എനിക്ക് തന്നുവല്ലോ. അത് എന്തൊരു അനുഗ്രഹമാണ്, അത് എന്തൊരു ഭാഗ്യമാണ് ചേച്ചി. ഞാൻ അതിന് നന്ദി പറയുകയാണ് ചേച്ചി. കാരണം അത്രമാത്രം എന്നെ വളരെ സേഫായും അതുപോലെ തന്നെ എത്രയോ സൗകര്യത്തോടു കൂടിയാണ് എൻ്റെ ജോലി സ്ഥലത്തേക്കും എനിക്ക് മറ്റു പല ആവശ്യങ്ങൾക്കും എന്നെ കൊണ്ടുപോകുന്നതും, ഒരു ആക്സിഡൻറ്റും ഇല്ലാതെ എന്നെ കൊണ്ടുവരുന്നതിനും എല്ലാത്തിനും ഞാൻ നന്ദി പറയുകയാണ്. ഈ കാറുള്ളത് എനിക്ക് എത്രത്തോളം സൗകര്യമാണെന്ന് അറിയുമോ ചേച്ചി? ഈ ഒരു സമയത്ത് എനിക്ക് വളരെ ഹെൽപ്പാണ്. എൻ്റെ ഒരു ഫ്രണ്ടിനെ പോലെയാണ് ഈ കാർ എനിക്ക്. അത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആയിട്ടാണ് ആ വാക്കുകൾ അവനിലൂടെ എന്നിലേക്ക് വന്നത്. എനിക്കൊരുപാട് സന്തോഷമായി ഇത് കേട്ട സമയത്ത്. അവൻ്റെ വാക്കുകളെല്ലാം കേട്ട് ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഉറപ്പായിട്ടും നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറും, ഉറപ്പായിട്ടും നീ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും. കാരണം ഗ്രാറ്റിറ്റ്യൂഡ്, ആ നന്ദിയുടെ ആ ഒരു ഭാവം എപ്പോഴും നിന്റെ മനസ്സിലുണ്ട്. ഏതൊരു കാര്യത്തിനും, അതായത് വിഷമം വരുന്ന സമയത്ത്, ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് നീ വിഷമത്തിനെക്കുറിച്ച്, ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അങ്ങനെ നീ പരാതിപ്പെടുകയല്ല ചെയ്യുന്നത്. അതേ സമയത്ത് ആ ഒരു വിഷമഘട്ടത്തിൽ ഉള്ളപ്പോഴും നിന്നിലുള്ള സൗഭാഗ്യങ്ങളെ ഓർത്ത് നീ നന്ദി പറയുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം പ്രപഞ്ചം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നിനക്ക് ഉറപ്പായും നല്ലത് വരുമെന്ന് പറഞ്ഞു. ആ സന്തോഷത്തോടു കൂടി തന്നെ ആ ഫോൺ സംഭാഷണം നിർത്തുകയും ചെയ്തു. അപ്പോൾ നമുക്കൊരുപാട് സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഉള്ള സമയത്ത് നമുക്ക് നന്ദി പറയാൻ നമുക്ക് അത്ര ഒരു പ്രശ്നമുണ്ടാവില്ല. പക്ഷേ നമുക്ക് വിഷമഘട്ടങ്ങൾ, നമുക്ക് സങ്കടങ്ങളെല്ലാം ഉള്ള സമയത്ത്, ഒരു പ്രശ്നങ്ങൾ, പരാജയങ്ങളെല്ലാം ഉള്ള സമയത്ത് നമ്മുടെ ഒരു അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമ്മളത് ശീലിച്ചാൽ അത് ശരിക്കും ഒരു മാജിക് തന്നെയാണ് നമ്മളിൽ ഉണ്ടാക്കുക. ജീവിതം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒന്നാണ്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് ഡിസ്കവർ ചെയ്യാൻ, കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. മാജിക് എന്ന പുസ്തകത്തിന്റെ റൈറ്റർ റോണ്ട ബേണിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ക്യൂ ദ മാജിക്, മാജിക്കിന്റെ അടയാളങ്ങൾ, സൂചനകൾ. റോണ്ട ബേൺ മാജിക് എന്ന പുസ്തകത്തിൽ പറയുന്നു, യൂണിവേഴ്സിന് നമ്മളോട്
വളരെ ഫ്രണ്ട്ലിയും അതുപോലെ തന്നെ കെയറിങ്ങുമാണ്. നമ്മുടെ ആഗ്രഹം നടക്കണം എന്നാണ് യൂണിവേഴ്സ് വിചാരിക്കുന്നത്. യൂണിവേഴ്സിന് നമുക്ക് വേണ്ടത് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരാൻ സാധിക്കില്ല. അതുകൊണ്ട് യൂണിവേഴ്സ് ചില സൂചനകൾ കാണിക്കും. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ യൂണിവേഴ്സിന് നമുക്ക് വേണ്ടത് കയ്യിൽ കൊണ്ടുവന്ന് നൽകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ യൂണിവേഴ്സ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന ഒരു പ്രപഞ്ച നിയമത്തിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തരുന്നത്. ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമുക്ക് ചില സൂചനകളും ചില അടയാളങ്ങളും കാണിക്കും. നമുക്ക് അത് വെച്ചാണ് നമ്മുടെ സ്വപ്നങ്ങളെയെല്ലാം നിറവേറ്റാൻ സാധിക്കുക. യൂണിവേഴ്സിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യണം. നമ്മുടെ സ്വപ്നങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യണം. അപ്പോഴാണ് അത് നടക്കുക. സോ യൂണിവേഴ്സ് ചില ഗെയിംസ് എല്ലാം കളിക്കും. അതായത് ചില ക്യൂ തരും. അതായത് അടയാളങ്ങൾ എന്ന് പറയാം, സൂചനകൾ എന്ന് പറയാം. ആ സൂചനകൾ, അടയാളങ്ങൾ കണ്ട ഉടൻ അത് ഏതുമായി ബന്ധപ്പെട്ടതാണോ അതിനു വേണ്ടി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഇതാണ് ആ ഗെയിം, യൂണിവേഴ്സൽ ഗെയിം. അതായത് ഈ ഗെയിമിൽ ചിലപ്പോൾ യൂണിവേഴ്സ് നമുക്ക് ആളുകളെ കാണിക്കാം, സാഹചര്യങ്ങളെ കാണിക്കാം, ചില ഈവൻസിനെ കാണിക്കാം. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ അടയാളങ്ങൾ മനസ്സിലാക്കി ആ സിഗ്നൽ ഏതിനെ കുറിച്ചാണോ അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ചില ഉദാഹരണങ്ങളിലൂടെ ഈ പ്രാക്ടീസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതായത് 2 ഫ്രണ്ട്സ് നടന്നു പോകുന്നു, നല്ല സുഹൃത്തുക്കൾ നടന്നു പോകുന്നു. ആ കാഴ്ച കണ്ടതും നമുക്ക് നന്ദി പറയാം. നല്ല ഒരു സൗഹൃദം എനിക്ക് നൽകിയതിന്. അതായത് അവരുടെ സൗഹൃദം കണ്ടു. നമുക്ക് ആ സമയത്ത് നമ്മുടെ സൗഹൃദത്തെയാണ് ഓർമ്മ വരേണ്ടത്. നല്ല സൗഹൃദം എനിക്ക് നൽകിയതിന് നന്ദി പറയുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ ഈ നല്ലൊരു കാഴ്ച എനിക്ക് കാണിച്ചു തന്നതിനും ഞാൻ നന്ദി പറയുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ നല്ലൊരു ഫാമിലിയെ നമ്മൾ കാണുന്നു, ഉടനെ നമുക്ക് നന്ദി പറയാം. നല്ലൊരു ഫാമിലി എനിക്ക് നൽകിയതിന് ഞാൻ നന്ദി പറയുന്നു എന്ന് പറയാം. ഈ കാഴ്ച എനിക്ക് കാണിച്ചു തന്നതിനും നന്ദി പറയാം. അവർ ഇനിയും സന്തോഷമായിരിക്കണം എന്ന് പറഞ്ഞുകൂടി അവർക്ക് വേണ്ടിയും നമുക്ക് നന്ദി പറയാം. വളരെ നല്ലൊരു പ്രാക്ടീസാണ്. ഒരു ആംബുലൻസ് പോകുന്നു, ഉടനെ അവരുടെ ഹെൽത്ത് ഭേദമായി കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിൽ സങ്കല്പിച്ച് നമുക്ക് നന്ദി പറയാം, പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അതേസമയം ഉടൻ തന്നെ നമുക്ക് നല്ല ആരോഗ്യം നൽകിയതിനും നമുക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ വാഹനങ്ങൾ കാണുമ്പോൾ നമുക്ക് നന്ദി പറയാം. ATM കാണുമ്പോൾ നമുക്കുള്ള പണത്തിന്, നമുക്കുള്ള സമ്പത്തിന് നമുക്ക് നന്ദി പറയാം. വെള്ളം കാണുമ്പോൾ നമുക്കുള്ള സൗഭാഗ്യത്തിന് നന്ദി പറയാം. ഭക്ഷണം കാണുമ്പോൾ നമുക്കുള്ള സൗഭാഗ്യത്തിന് നന്ദി പറയാം. ഇതെല്ലാം പ്രപഞ്ചം നമുക്ക് നൽകുന്ന സൂചനകളാണ്. ആ സമയത്ത് നമ്മൾ എന്താണോ നമ്മുടെ കണ്ണിൽ കാണുന്നത് അതിനെല്ലാം നമുക്ക് ആ നിമിഷം നമ്മളിൽ ഉള്ള അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നല്ല വീടുകൾ കാണുമ്പോൾ നമുക്ക് നന്ദി പറയാം. ഈ വീട് കാണിച്ചു തന്നതിനും നന്ദി പറയാം. അതുപോലെ തന്നെ ആ വീട് കാണുമ്പോൾ ഉണ്ടായ സന്തോഷത്തിന് നന്ദി പറയാം. നമുക്ക് ഇപ്പോൾ താമസിക്കുന്ന നമ്മുടെ വീടിന് വേണ്ടിയും നമുക്ക് നന്ദി പറയാം. അതുപോലെ ആരെങ്കിലും നമുക്ക് ഫോൺ ചെയ്യുന്നു, നമ്മുടെ സുഹൃത്താവാം, നമുക്ക് വേണ്ടപ്പെട്ടവരാകാം. ആ ഒരു ഫോൺ കോളിന് നമുക്ക് നന്ദി പറയാം. സുഖമല്ലേ എന്ന് അന്വേഷിച്ച് ഒരു മെസ്സേജ് വരുമ്പോൾ നമുക്ക് അതിന് പോലും നമുക്ക് നന്ദി പറയാം. നമ്മൾ ഏതെല്ലാം സിറ്റുവേഷൻസിൽ കൂടിയാണോ നമ്മൾ പോകുന്നത് അതിനെല്ലാം നമുക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ ഉപകരണങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ്, നമ്മൾ ഉപയോഗിക്കുന്ന TV, ഫ്രിഡ്ജ്, നമ്മുടെ വീട്ടിൽ ഏതെല്ലാം സാധനങ്ങളുണ്ടോ, വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമല്ല പുറത്ത് നമ്മൾ എന്തെല്ലാം നമ്മുടെ കണ്ണിൽ നമ്മൾ കാണുന്നുവോ അതിനെല്ലാം നമ്മൾ ആ കാഴ്ച നമുക്ക് ഈ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞതുപോലെ ഒരു ക്യൂ ആണ്. ആ സമയത്തെല്ലാം നമുക്ക് നന്ദി പറയാം. നന്ദി പറയുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇനി ഈ ക്യൂ മാജിക്, അതായത് ഈ സൂചനകൾ നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്ന സമയത്ത് കറക്റ്റായി നമുക്ക് പറയാൻ കിട്ടുന്നില്ല, ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് കറക്റ്റായി പറയാൻ കിട്ടുന്നില്ലെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതിന് നിങ്ങൾ നന്ദി പറയുക. ഇവിടെ ശരിയും തെറ്റും ഒന്നുമില്ല. നന്ദി പറയുക എന്നതാണ് പ്രധാനം. ബൈ പ്രാക്ടീസിലൂടെ, നിരന്തരമായ പ്രാക്ടീസിലൂടെ ഈ ക്യൂ മാജിക്, അതായത് ഒരു സൂചന കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പായി മനസ്സിലായിക്കോളും. നിങ്ങളത് കറക്റ്റായി ചെയ്തോളും. ക്യൂ ദ മാജിക് എന്നത് ഒരു ഡെയിലി ഗെയിം പ്ലാൻ പോലെയാണ്. എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രത്തോളം അത് വളരെ നല്ലതാണ്. സോ ഡിയർ ഫ്രണ്ട്സ്, മാജിക് എന്ന പുസ്തകത്തിലെ 25th ലെസൺ ആണ് നമ്മളിന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. സോ 25th പ്രാക്ടീസ് എങ്ങനെയാണെങ്കിൽ, രാവിലെ എഴുന്നേറ്റതും നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള 10 സൗഭാഗ്യങ്ങളെ കുറിച്ച് ഓർത്ത് നന്ദി പറയുക. 3 പ്രാവശ്യം നന്ദി പറയുക. സ്റ്റെപ്പ് നമ്പർ 2,
നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ചതുപോലെ 7 ക്യൂസ് എങ്കിലും 7 ക്യൂസ് എങ്കിലും 7 സൂചനകളെങ്കിലും, അതായത് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്ന 7 സൂചനകളിൽ നമുക്ക് നന്ദി പറയാൻ നമുക്ക് സാധിക്കണം. മിനിമം 7 എണ്ണമെങ്കിലും പറയുക. നിങ്ങൾക്ക് എത്രയാണോ സാധിക്കുന്നത് അത്രയും ചെയ്താൽ വളരെ നല്ലതാണ്. അന്നത്തെ ദിവസം രാത്രി മാജിക് റോക്ക് പ്രാക്ടീസ്. അന്നത്തെ ദിവസം ഉണ്ടായ ഏറ്റവും നല്ല ഒരു സംഭവം ഓർത്ത് 3 പ്രാവശ്യം മാജിക് റോക്ക് കയ്യിൽ വെച്ച് 3 പ്രാവശ്യം നന്ദി പറയുക. സോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയാൽ, ഇഷ്ടമായാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ഇതിനു മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്.